കൊണ്ടുപോകാം. അങ്ങനെ ചോദിക്കാൻ വന്നിട്ട് ബാക്കി കൂടെ വന്നിട്ട് നീ ചോദിക്ക്. അപ്പൊ നമ്മള് ഷൂട്ടിനായിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. കണ്ടോ, ഉറങ്ങുന്നു, കണ്ണാടി നോക്കുന്നു, നിൽക്കുന്നു, വീഡിയോ എടുക്കുന്നു. വരും, ഉറക്കം വരും. നീ തോന്നൊക്കെ ഉറങ്ങിയില്ലേ? എന്തിട്ട് ഉറക്കം? അഭിനയിക്കണവൻ ഉറക്കാൻ നടിച്ചഭിനയിക്കാൻ. മോനെ ലൈം കുടിക്കാൻ തോന്നുന്നുണ്ട്. കഴിഞ്ഞോട്ട് എന്നത്ത് കോട്ട ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ കുറച്ച് ചേഞ്ച് ആഗ്രഹിച്ചു. സോ നമ്മൾ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ. എന്റെ ചെരുപ്പാണ് പിടിക്കൊന്നിങ്ങ ഇതിലേക്ക് ചെരുപ്പിനൊക്കെ എന്താ ഡിമാൻഡ്. എന്റെ വണ്ടിയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലിരിക്കണം ഹെൽമെറ്റ് വെക്കണം. വേഗം സമയമില്ല. നമ്മളപ്പോ പുതിയ റിസോർട്ടിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ്. അതെ, ഇവിടെ സ്ഥലത്തിന്റെ പേരെന്താ? സ്ഥലത്തിന്റെ പേര് ചീപ്പഞ്ചിറ പർലാക്ക് എന്ന് പറഞ്ഞ റിസോർട്ടാണ്. അപ്പൊ അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഷൂട്ടും കാര്യങ്ങളുമായിട്ടാണ്. നമ്മളിപ്പോ ഒരു ഈവനിങ് ടൈമാണ്, 5 o'clock. സോ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ അടിപൊളിയാണ്. കണ്ടോ, പുതിയ ഒരു ടൈപ്പ് നമ്മുടെ ഈ അമ്പലത്തിൽ ഇങ്ങനത്തെ ഒരു റിസോർട്ട് അടിപൊളിയാണ് അല്ലേ? അതെ അതെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. ബാഗ് വേണം അങ്ങോട്ടേക്ക്, സാധനങ്ങൾ കൊണ്ടുപോകാം. ഇത് പാട്ടേ നല്ല ബാഗാണ്. എടാ ഈ ബാഗ് അങ്ങനെ അങ്ങനെ ഇടുന്ന ബാഗല്ല, ഇങ്ങനെ ഇടണ്ട. ഇങ്ങനെ ഇടുന്ന ബാഗ് അതറിയില്ലേ? ഇങ്ങനെ നിങ്ങളാകുമ്പോ കൈ പിടിക്കണം, ഇങ്ങനെ കൈ പിടിക്കണം. കുരിപ്പുണ്ട് നോക്കിയേ, റൈറ്റിലോട്ടൊക്കെ കുരിപ്പ, റൈറ്റിലോട്ടൊക്കെ കുരിപ്പ. ശരിക്കും 1000-1500 പേരെ പരിപാടി നടക്കണമെങ്കിൽ അത്ര വലിയ ഹോള് വേണം. നമ്മൾ അതില്ലാതെ പിന്നെ ഡിസൈൻ ചെയ്യും. സ്മോൾ റൂം താഴത്ത് ഇവിടെ ഒരൊറ്റ ടൈമിൽ 180 പേർക്ക് ഫുഡ് കഴിക്കും. ഇവിടെ ഫുഡ് കൗണ്ടർ വന്നു. എല്ലാവരും ഫാമിലി. അപ്പോൾ ഇതിൻ്റെ ഒരു ഹോളില് സാധാരണ വലിയ ഹോളിൽ 150-200 പേരാണ് ഫുഡ് നടക്കുക. അത്ര തന്നെ ആളുകളെ നമുക്ക് ഇവിടെ ഓപ്പണായിട്ട് ചെയ്യാം. അതെ 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 അതെ. പൂള്. ഓക്കെ. മസാജ് വലിയ പണ്ട് നടക്കുന്നില്ല.
ആ മൂടിയിടും. ആ ശരി എല്ലാവരും പിള്ളേരൊക്കെ കൊണ്ട് കേറി. ആ ശരിയാ. വെള്ളം അങ്ങനെ വെള്ളം വന്ന മഴ. ഓ രാത്രി പിന്നെ വെള്ളം കയറിക്കൊണ്ടിരിക്കുക. നമ്മള് ഫംഗ്ഷൻ വരുന്ന വെള്ളം കയറ്റി ഫുള്ളാക്കിയിടും. ഈ സമയത്ത് നമ്മൾ രാത്രി ഇറക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ കയറ്റും. ഈ ടൈം ആയതുകൊണ്ട് നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ചെറുതാണ് ഗ്ലാസ് ബ്രിഡ്ജാണ്. ആ ആ ഓ അതാണല്ലേ. ഇപ്പൊ അപ്പോയിന്റ്മെന്റ് ഉണ്ടോ അവിടെ? അപ്പോയിന്റ്മെന്റ് ഉണ്ടോ അവിടെ? അപ്പുറത്തെ എയർഫ്രെയിം കോട്ടേജിലൊക്കെ ഫിൽ. ആ ആ ഇത് നമ്മളെ കൂടുതലും റൂംസിനല്ല നമ്മൾ കൂടുതൽ പ്രാധാന്യം. നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇവന്റുകൾക്ക് ഉണ്ടല്ലോ. ഓക്കെ 20 പേരൊക്കെ താമസിച്ച് കല്യാണം കഴിഞ്ഞു ആ നല്ല ഒരു ഇവന്റിനാണ് നമ്മളിവിടെ ഇവിടെ മിക്ക ഫംഗ്ഷനും ഉണ്ടല്ലോ. ഒരു തലേ ദിവസം തന്നെ എല്ലാവരും വീട്ടുകാരൊക്കെ ഇവിടെ താമസിച്ച് പിറ്റേ ദിവസം അവരെ ഫാമിലി മാത്രമായിട്ട് പ്രൈവസി കിട്ടും. ആ സെറ്റപ്പ് എല്ലാവരും നമ്മള് ഇവിടെ അറിയാലോ, ടൗണിലല്ലോ. ആ ആ വാഷ്റൂം ഇവിടെ പിന്നെ റൂംസ് ഉണ്ട് കപ്പിൾസും വന്നു പോണ്ട്. പക്ഷെ നമ്മൾ അതിനല്ല അങ്ങനെ ഉണ്ട്. ഇത് തന്നെയാ ഷൂട്ട് ചെയ്യുന്നവര്, ഈ കല്യാണം ഷൂട്ട് ചെയ്യുന്നവര് അല്ല വേറെ ഷൂട്ടൊക്കെ അവൻ തന്നെയാണ് ചെയ്തത്. നാടിന്റെ ഷൂട്ട് ഉണ്ടാവും. അടുത്ത് അവിടെയാണ് കണ്ണു എല്ലാവരും കണ്ണു അവിടെയാണ് ആക്ച്വലി ഇവിടെ ഇന്നൊരു റിസപ്ഷൻ നടക്കുന്നുണ്ട്. ഒരു മെയിനായിട്ട് ഇവൻറ്റുകാർക്കാണ് കൊടുക്കുന്നത്. അത് ആർക്കും കൊടുക്കും, പക്ഷെ ഇവൻ്റാണ് ഇവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. സൗണ്ട് എല്ലാവരുടെയും അത് ശരിയാ. ഒരു ദിവസം പറഞ്ഞു വെച്ചിട്ട് ഇപ്പോഴാണ് ടൈം ഇത്. ആരാന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇതുണ്ടായിരുന്നില്ലല്ലേ ഇവിടേക്ക് ഓപ്പൺ ഉണ്ടായിരുന്നു? ആ ആ ആ ആ ആ
അതുകൊണ്ട് ഇവിടെയൊക്കെ റൂംസ് അവൈലബിൾ ഉണ്ട്. കണ്ടത് ഡിസൈൻ തന്നെ ഒരു വെറൈറ്റി ഡിസൈനാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് അന്ന് നോട്ടല്ലേ ഷോപ്പിംഗ് തുറന്ന് കളഞ്ഞ അല്ല വാള തുറക്കെ ഓക്കെ തുറക്കട്ടെ തുറക്കട്ടെ. ഫ്രെയിം കോട്ടേജ് എന്നുവെച്ചാൽ ഏടെ ഷേപ്പ് ആയിരിക്കും. ഇതിനോടൊപ്പം തന്നെ ചെയ്യണോ അല്ല രണ്ടാമത്? ഇതിനൊപ്പം ചെയ്യാം. ബൈക്കുണ്ടോ അവരെ അല്ല ഇതിൻ്റെ ഒപ്പം ചെയ്യണല്ലേ ബെറ്റർ അല്ലെങ്കിൽ പിന്നെ സിങ്ക് കറക്റ്റ് കിട്ടണം. മൈക്കോളൊപ്പം ചോദിക്കാം. ഓക്കെനാ നമ്മളെ ബോർഡിന്റെ എന്തായാലും ഞങ്ങൾ കവർ ചെയ്തിട്ടോ. വേറെ മൂടാവല്ലേ? ആക്ച്വലി കുറെ പേർക്ക് അറിയില്ല ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടെന്നുള്ളതല്ലേ. തുടക്കണല്ലേ? അതായത് ബുക്കിംഗ് ഉണ്ട് നമുക്ക് ഓൾറെഡി 30-29 ബുക്കിംഗ് ഉണ്ടല്ലേ? 2026 ബുക്കിംഗ് എടുത്തു നേരത്തെ. ഉള്ളിലേക്ക് വരുമ്പോഴാ സംഭവങ്ങളുണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. എസ്എംപുരം വള്ളിവട്ടത്തോളം എനിക്ക് അത്യാവശ്യം ഹലോ ഉള്ളത് എവിടെയാണെന്നറിയോ? എസ്എംപുരം വള്ളിവട്ടമാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ നമുക്ക് അവിടേക്ക് പോവാം. എങ്ങനെയാണെന്നുള്ള വിശേഷം നോക്കാം. ഇത് എസ്എംപുരം വള്ളിവട്ടത്തുള്ള പർലാക്ക് ഫാം ഹൗസിലാണ്. പർലാക്കിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിശാലമായ കാർ പാർക്കിംഗ് ആണ് ഇവിടെ ഉള്ളത്. അതും ഇതാണ് നമ്മുടെ പർലാക്കിലേക്കുള്ള പ്രധാന എൻട്രി. അങ്ങനെ അതെയാ? Cut guys. കാലോട്ട് അമ്മേ അപ്പൊ നമ്മളിന്ന് ഇപ്പോ ഈ മറ്റേ അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള ഇതിലേക്ക് നമുക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഷോട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഹെലിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പോയിട്ട് അപ്പോൾ അവരവിടെ നിന്ന് ക്യാമറ മേലോട്ട് പോകുന്നു. അപ്പോൾ നമ്മളിങ്ങനെ താഴെ നിന്ന് ഇങ്ങനെ നടക്കണം. അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഓക്കെ, പൊക്കോ 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 പോ, നടക്കുക വിട്ടി പോ പോ, ചെല്ല് ചെല്ല്.
എൻ്റെ പൊന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വിശാലമായ ഇരിക്കണോ? ഈ പ്രോപ്പർട്ടിയുടെ മറ്റൊരു പ്രത്യേകതയാണ് വിശാലമായ ഹാളും പിന്നെ അതിഗംഭീരമായ സ്റ്റേജുമാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ ഫ്ലവേഴ്സ് തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും, അത് അത്യാവശ്യം കോസ്റ്റ്ലി ആയ ഫ്ലവേഴ്സും ഡെക്കറേഷനും ഒക്കെ തന്നെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞതാണ്. അടിപൊളി വൈബാണ് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇത്രയും നിങ്ങൾ കണ്ടതിൽ ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ട് പറയാനുള്ള സംഭവം. അങ്ങനെ മതി. massage sul giorno dopo. Non ora. ഇതെടുക്ക് മേലേക്ക് ഷേപ്പ് എടുക്കും. യെസ് ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് ഓവറായിരിക്കുകയാണ് നമ്മുടെ ഷൂട്ടൊക്കെ. ഇനിയിപ്പോൾ കുറച്ച് പരിപാടിയും കൂടി ഉള്ളൂ.